നമസ്കാരം. ഇറാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വൻ സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന ആരോപണവുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റാസി തന്നെയാണ് ഈ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് ഇസ്രായേലിന് വൻ വില നൽകേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 103 ആയിട്ടുണ്ട്. നിലവിൽ ഒരു സംഘടനകളും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുമില്ല. അതേസമയം ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ആകട്ടെ കൂടുതൽ ശക്തമായ ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ഈ തീവ്രവാദ ആക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും അവരെ കർശനമായി തന്നെ നേരിടുമെന്ന മുന്നറിയിപ്പ് ഖമേനിയും നൽകിയിട്ടുണ്ട്. ഇന്ന് ഇറാനിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇത്രയും പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് കരിദിനമായി ആചരിക്കാൻ സർക്കാർ തന്നെ ആഹ്വാനം നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ജനറലായിരുന്ന ഖാസിം സുലൈമാനിയുടെ ശവകുടീരത്തിന് സമീപമായിരുന്നു സ്ഫോടനം നടന്നത്. 200-അധികം പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തിൽ 103 പേരാണ് മരിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടെങ്കിലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. 2 ബാഗുകളിലേക്ക് കൊണ്ടുവന്ന ബോംബുകൾ റിമോട്ട് സംവിധാനം ഉപയോഗിച്ചാണ് നിയന്ത്രിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ചാവേർ സ്ഫോടനമാണ് നടന്നതെന്നാണ് ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ വൈകുന്നേരം 4:50 ആദ്യ സ്ഫോടനം ഉണ്ടായത്. ആദ്യ സ്ഫോടനം നടന്ന് 15 മിനിറ്റിന് ശേഷമായിരുന്നു രണ്ടാമത്തെ സ്ഫോടനം. ഖാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിരുന്നത്. ചടങ്ങുകളുടെ ഭാഗമായി ശവകുടീരത്തിലേക്ക് പദയാത്ര നടത്തുന്നതിനിടെയാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വീഡിയോകളിലൊക്കെ തന്നെ റോഡിൽ നിരവധി മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണാം. 2020-ലാണ് അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ സുലൈമാനി കൊല്ലപ്പെടുന്നത്. ഇറാനിലെ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൊലപാതകം നടന്നത്. ഏതായാലും ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് ഹമാസും ഹൂതി വിമതരും ഹിസ്ബുള്ളയും എല്ലാം നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണ് എന്ന് പലവട്ടം ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഒപ്പം തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് ആരാണെങ്കിലും അവരെ വകവരുത്തുമെന്നും നേരത്തെ പലതവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇറാനാണ് എന്നുള്ള ആരോപണവുമായി ഇറാനിലെ പ്രസിഡന്റ്, അവിടെ ആത്മീയ നേതാവും അടക്കമുള്ള പ്രമുഖർ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം അമേരിക്ക ആകട്ടെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളാണോ പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും തങ്ങൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പും വ്യക്തമാക്കിയിരിക്കുന്നത്.